ശൈവ മതം നായനാർ, അത് ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പോൾ 63 നായനാർമാരുണ്ട് പ്രസിദ്ധരായിട്ട്. ഈ 63 നായനാർമാർക്കും ചിദംബരം ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയാണ്. കുടി സമ്പ്രദായത്തിലുള്ള 63 കുടികളിൽപ്പെട്ടവരാണ് അവിടുത്തെ നായനാർമാർ. അപ്പം നമുക്ക് ഒരു നായനാരെ ഒന്ന് പരിചയപ്പെടാം. ഏനാദി നായനാർ. ചോഴ രാജ്യത്തിൻ്റെ സേനകളുടെ പരിശീലകനാണ് ഏനാദി നായനാർ. ഏനാദി ചേകോൻ എന്നാണ് പറയുന്നത്. ഏനാദി ചേകോൻ. ആരോമൽ ചേകവരെയും കൂട്ടുകാരെയൊക്കെ നമുക്ക് അറിയാം. ഇത് ഏനാദി ചേകോൻ. ഏനാദി ചേകോൻ വലിയ ശിവഭക്തനായിരുന്നു. ശിവഭക്തി കൊണ്ട്, വിനയം കൊണ്ട്, വീരം കൊണ്ട് പ്രസിദ്ധനായ സർവസമ്മതനായ വ്യക്തിയായിരുന്നു ഏനാദി ചേകോൻ. വിഭൂതിയും ശിവനാമങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരോട് വളരെ മനോഹരമായി സംസാരിക്കുകയും അവരോടൊന്നും യുദ്ധം ചെയ്യുകയും ചെയ്യാത്ത ആളായിരുന്നു ഏനാദി ചേകോൻ. അങ്ങനെ എല്ലാവരും പ്രത്യേകമായി അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മളെ നാട്ടിൽ ചില ആൾക്കാരുണ്ട്, വലിയ ഉയർച്ചയൊക്കെ ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. എന്താ അത് തന്നെ, മനസ്സിലായോ? അസൂയ. അപ്പൊ ഏനാദി ചേകോന്റെ ഈ ഉയർച്ചയിൽ അസൂയാലുവായ ഒരാളുണ്ടായിരുന്നു, അതിശയപാലൻ എന്ന അയാളെ പേര്. അസൂയ മൂത്തു 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 അയാൾ ഒരു പരുവത്തിലായി. ഒരു ദിവസം ഏനാദി ചേകവന്റെ അടുത്ത് നേരിട്ടൊരു കുതിരമേൽ ചെന്നു. അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, ഡോ ഏനാദി, താനും ഞാനുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഏനാദി ആദ്യം അടിമുടി ഈ അതിശയപാലനെ ഒന്ന് നോക്കി. മനസ്സിലായില്ലേ? കാര്യം എന്താണെന്ന് മനസ്സിലായി കാണും. അപ്പൊ വീണ്ടും പ്രകോപിപ്പിച്ചു, യുദ്ധം ചെയ്യണം, യുദ്ധം, നമ്മൾ തമ്മിൽ അംഗം കുറിക്കുകയാണ്. ശരി, ആയിക്കോട്ടെ എന്ന് ഏനാദിയും പറഞ്ഞു. അങ്ങനെ അവര് തമ്മിൽ ദിവസം നിശ്ചയിച്ചു, അങ്കത്തൊട്ട് റെഡിയായി, പോരിഞ്ഞ യുദ്ധം ആരംഭിച്ചു. പോരിഞ്ഞ യുദ്ധം, പോരിഞ്ഞ യുദ്ധം, പോരിഞ്ഞ യുദ്ധം, പോരിഞ്ഞ യുദ്ധം. അതിശയപാലൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പതറാൻ ആരംഭിച്ചു. കാരണം ഏനാദിയോടുകൂടി പിടിച്ചു നിൽക്കാൻ അതിശയപാലന് പറ്റുന്നില്ല. ഉടൻ തന്നെ അദ്ദേഹം കയ്യിൽ കരുതിയിരുന്ന ആ വിഭൂതി എടുത്ത് നെറ്റിയിൽ ഒരു കുറി അങ്ങ് വരച്ചു. ഏനാദി തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഭസ്മക്കുറി ഇട്ട് നിൽക്കുന്നു അതിശയപാലൻ. ഏനാദി വാള് താഴെയിട്ടു. കാരണം വിഭൂതി ഇട്ടവരെയും ശിവനാമം ചൊല്ലുന്നവരെയും ഒന്നും ഏനാദി ആക്രമിക്കത്തില്ല. ഈ തക്കം നോക്കി അതിശയപാലൻ വാളെടുത്തു. ആ വാളുമായിട്ട് വീണ്ടും യുദ്ധത്തിനായിട്ട് ഏനാദിയുടെ അടുത്തേക്ക് നീങ്ങി. ഏനാദിയുടെ കണ്ഠം നോക്കി വെട്ടാനായിട്ട് ആ വാൾ അങ്ങനെ ഉയർന്നു പൊങ്ങി. ആ സമയത്ത് ശിവഭഗവാൻ അവരുടെ നടുക്ക് പ്രത്യക്ഷമായി. അതിശയപാലന്റെ കയ്യിലിരുന്ന വാള് ഒരു പൂമാലയായി മാറി. ഏനാദിയോട് പറഞ്ഞു, അല്ലയോ ഏനാദി, നീ ഭക്തരിൽ ഭക്തനാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ നായനാരായി ഉയർത്തുന്നു. എന്റെ ചിദംബരം ക്ഷേത്രത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ട്, വരിക. കണ്ടോ, ചേകോർ കുടിയിൽ നിന്നും 63 നായനാർമാരായി ചിദംബരം ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഏനാദി നായനാർ. ഒരു പാട്ട് കേൾക്കാം. ശൂലധാരി ശങ്കരൻ. ശംഭു ശങ്കര ഡമരുവാദി ശങ്കര സായി ശങ്കര
2-3 നായനാർ, ഒരു നായനാരുടെ ചരിത്രം കൂടി കേൾക്കാം. അദ്ദേഹം തമിഴ്നാട്ടിലെ കടലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ജീവിച്ചിരുന്നത്. വലിയ ശിവഭക്തനായിരുന്നു. കലിയർ എന്നായിരുന്നു പേര്, കലിയർ. ഇപ്പൊ എണ്ണ വ്യാപാരികളായിട്ടുള്ള ചക്കാല കുടിയിലാണ് ഈ ധനികനായ വ്യാപാരി ജനിച്ചത്. ചക്കാലർ 3 വിഭാഗമാണ്. ഒന്ന് വാണിയർ, എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നവർ. അടുത്തത് തൈലവാണിയർ, എണ്ണ വ്യാപാരം ചെയ്യുന്നവർ. ചക്കാലർ, എണ്ണ ആട്ടുന്നവർ. അങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ടാണ് ചക്കാലർ ഉള്ളത്. അങ്ങനെ ഭഗവാൻ ശിവശങ്കരന്റെ പരമഭക്തനായിരുന്നു കലിയർ. വലിയ ദാനശീലനായിരുന്നു. ശിവഭക്തർക്ക് ദാനം ചെയ്ത് സമ്പത്ത് മുഴുവൻ നഷ്ടമായി. അങ്ങനെ അദ്ദേഹം വളരെ ദുഃഖത്തിലായി. ശിവക്ഷേത്രത്തിലേക്ക് എണ്ണ കൊടുക്കുവാൻ പോലും സാധിക്കാത്ത അവസ്ഥ. അങ്ങനെ ദുഃഖിതനായ കലിയർ ഒരു ദിവസം ചിന്തിച്ചു, എണ്ണ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, എൻ്റെ ജീവരക്തം കൊണ്ട് ഞാൻ ഭഗവാൻ ശിവശങ്കരന് ദീപം തെളിയിക്കും. അങ്ങനെ കലിയർ സ്വന്തം ശരീരം അറുത്ത് രക്തം വരുത്തുവാനായി തീരുമാനിച്ചു. ഭഗവാൻ ശിവശങ്കരൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഭഗവാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷനായി. അല്ലയോ കലിയറെ, നിന്റെ ഭക്തിയിൽ ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. നിന്നെ ഞാൻ എൻ്റെ ഭക്തന്മാരിൽ ഭക്തനായ നായനാറായി ഉയർത്തുകയാണ്. ചിദംബരം ക്ഷേത്രത്തിൽ നിനക്കും ഒരിടമുണ്ട്. നിന്നെയും ദിവസവും ആളുകൾ പൂജിക്കും. അങ്ങനെ ചക്കാല കുടിയിൽ നിന്ന്, വാണിയ കുടിയിൽ നിന്ന് ഒരു നായനാർ ചിദംബരം ക്ഷേത്രത്തിൽ. എത്ര മനോഹരമായ ഒരു സംഗതിയാണ് ഒന്ന് ആലോചിച്ചു. എല്ലാവരും വരികയല്ലേ, എല്ലാവരും. അടുത്തത് വേറൊരു നായനാരുടെ കൂടെ കഥ പറയാതിരുന്നാൽ അതത്ര ഒരു രസകരമല്ല എന്ന് വിചാരിച്ചിട്ട് ഒരു നായനാരുടെ കഥ കൂടി പറയാം. അദ്ദേഹത്തിന്റെ പേരാണ് ആനയ്യ. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, വളരെയേറെ പുൽമേടുകൾ നിറഞ്ഞ ഒരു മലയടിവാരത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഇടയച്ചേരിയിൽപ്പെട്ട ആളാണ്. ഇടയച്ചേരി അപ്പോൾ അവർ പാലുൽപ്പന്നങ്ങളും ഒക്കെ വിറ്റ് നടക്കുന്ന ആൾക്കാരാണ്. ഇടച്ചേരി എന്നൊക്കെ പറയും. മാടുകളെ മേയ്ക്കുന്ന ഒരാൾ മാത്രമായിരുന്നില്ല, നന്നായിട്ട് പുല്ലാങ്കുഴൽ വായിക്കും, സംഗീതജ്ഞനാണ് അദ്ദേഹം. മനോഹരമായിട്ട് ശിവഭക്തിഗാനങ്ങൾ ആ പുല്ലാങ്കുഴലിലൂടെ അങ്ങനെ ഒഴുക്കിവിടും. പശുക്കളും മാനുകളും, എന്തിനേറെ പറയുന്നു, ദുഷ്ടമൃഗങ്ങളും വരെ പരസ്പര വൈരം മറന്ന് ആ ഭക്തശിരോമണിയുടെ പുല്ലാങ്കുഴൽ വാദനം കേട്ടങ്ങനെ നിൽക്കും. പ്രകൃതി പോലും ശാന്തമാണ്. വായു ചില സമയത്ത് നിലയ്ക്കുന്നു എന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് സുന്ദരമായ പുല്ലാങ്കുഴൽ നാദം. ആ പ്രണവമന്ത്രം ഓംകാരം, അതാണല്ലോ സംഗീതം. ഓംകാരത്തിൽ നിന്നാണ് സംഗീതം ഉണ്ടായിട്ടുള്ളത്. ആ ഓംകാരം അങ്ങ് കൈലാസത്തിലെത്തി. കൈലാസനാഥൻ ആരാണ്? നാദശരീരനാണ്. നാദമാണ് ശരീരം അദ്ദേഹത്തിന്റെ. ഓംകാരത്തെ അനുസന്ധാനം ചെയ്യുന്നവൻ ഭൂമിയിലേക്ക് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കും. സംഗീതജ്ഞർ വളരെ ശ്രേഷ്ഠരായിരിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ അദ്ദേഹം ഈ പുല്ലാങ്കുഴലിന്റെ ആ മനോഹരമായിട്ടുള്ള ആ നാദബ്രഹ്മം കേട്ട് ആ നാദപ്പെരും പറയൻ ആനയുടെ മുന്നിൽ പ്രത്യക്ഷനായി. ഭഗവാനെ, അങ്ങയെ കണ്ടതിൽ വളരെ സന്തോഷം. ഏറെ നാളായി കൊതിക്കുകയാണ്. അല്ലയോ ആനയ്യ, നിന്റെ പുല്ലാങ്കുഴലിന്റെ നാദം എന്ന് വെച്ചാൽ സാധാരണ സംഗീതജ്ഞരുടെ പുല്ലാങ്കുഴൽ നാദമല്ല. അങ്ങനെ ഒരു സംഗതിയുണ്ട് കേട്ടോ. എല്ലാവരും പാട്ടുപാടും. ചിലര് പാട്ട് പാടിക്കഴിഞ്ഞാൽ നാദബ്രഹ്മം
പുറത്തുനിന്ന് അകത്തുനിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. നമ്മുടെ യേശുദാസിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. മനസ്സിലായില്ലേ? എല്ലാവരും പാടിക്കഴിഞ്ഞാൽ ആ ബ്രഹ്മനാദം ഉണ്ടാവുകയില്ല. അതാണ് ഈ പറയുന്ന ആനയ്യയുടെ പുല്ലാങ്കുഴലിൽ നിന്നും പുറപ്പെട്ടുകൊണ്ടിരുന്നത്. അതിലാണ് ഭഗവാൻ ശ്രീപരമേശ്വരൻ സംപ്രീതനായി പ്രത്യക്ഷനായി. അദ്ദേഹം ആനയോട് പറഞ്ഞു, മധുര സംഗീതം, മധുര സംഗീതം, എത്ര മധുരമാണ് നിന്റെ സംഗീതം. നിന്റെ വേണുഗാനം കേൾക്കാതെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. നീ എൻ്റെ കൂടെ ചിദംബരം ക്ഷേത്രത്തിലേക്ക് എൻ്റെ സന്നിധിയിൽ 63 നായനാർമാരിൽ ഒരാളായി ഇരിക്കണം. ഒരു ആനയ്യ എന്ന് പറഞ്ഞു. അങ്ങനെ ആനയ്യ എന്ന ഇടച്ചേരി കുടിയിൽ ജനിച്ച മഹാനായ സംഗീതജ്ഞൻ 63 നായനാർമാരിൽ ഒരാളായി മാറി. ദോഷങ്ങൾ നീക്കി നീ നടക്കാത്ത വല്യാളിൻ തുഞ്ചത്ത് തുടികൊള്ളും കാവേറും മകത്താൻ മരുതുല വലിതുള്ളുമ്പോൾ വല്ലാൻ കൊടുവാളൻ തുമ്പത്തും നവിലും ബാലാദേവി കണ്ണീരദോഷങ്ങൾ തീർത്തമ്മകാക്കണേ തിരയാടും കവിളി വിളയാടണേ ചെമ്പകണിയമ്മ ചെമ്പക പൂമര കോവില ദോഷങ്ങൾ